Good morning, ma'am. Good morning, Shikha. അജിത്ത് ഒന്ന് ജോയിൻ ചെയ്യില്ലടാ. ഡയാന അറിയാമോ? അറിയത്തില്ല മാം, ചോദിച്ചു നോക്കട്ടെ. സുബിത്തി ഇല്ല പറഞ്ഞിരുന്നു. ഞാൻ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്ലിക്കിന് പകരം എന്താ കൊടുക്കുക? കൺവേർട്ട് പേജ്. ക്ലിക്ക് ഓൺ ആയി. ഓക്കെ, എല്ലാവരും ആയല്ലോ അല്ലേ? നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്തേ. റിൻടു ഷെയർ ചെയ്തേടാ സ്ക്രീന്. ഓക്കെ മാം. അജിത്ര കഴിഞ്ഞ റെക്കോർഡിംഗ് നോക്കിയായിരുന്നോടാ? ഹലോ, കേക്കാമോടാ? മാം ഞാൻ ഇന്നലത്തത് നോക്കിയിട്ടില്ല, വന്നപ്പോ ഒത്തിരി ലേറ്റ് ആയി പോയി. ഞാൻ ഇന്നിരുന്ന് നോക്കിയിട്ട് ചെയ്തോളാം അത്. ഓക്കെ ഓക്കെ ഓക്കേടാ, ശരി. അച്ഛനെ ചെയ്തേടാ സ്ക്രീന്. സ്ക്രീൻ ഷെയർ കാണാവോ? കാണാം കാണാം. ഓക്കെ, നമ്മളപ്പോ ഏതൊക്കെ ചെയ്തു? നാവിഗേഷൻ കമാൻഡ് എത്തി അല്ലേ? നാവിഗേഷൻ കമാൻഡ് കാണിച്ചേടാ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ മാം? ചോദിച്ചു. ഇപ്പം നമ്മളിപ്പോ ഇത് പാരന്റ് ആയിട്ട് വെച്ചിട്ടല്ലേ ഈ ചൈൽഡ് ക്ലാസ്സിലെല്ലാം നമ്മൾ ഇത് ചെയ്തത്? അതെ. ഇത് തന്നെ നമുക്ക് ചെയ്യാവോ ഇതൊക്കെ? ഈ പാരന്റ് ക്ലാസ്സിൽ തന്നെ ചൈൽഡ് ക്ലാസ്സിൽ സബായിട്ട് കൊടുത്ത് നമുക്ക് ചെയ്യാവോ ഇതൊക്കെ? ഇതേ ഫയലിൽ ചെയ്യാവോന്നാ? ഈ ബേസിക് സെലീനിയത്തിൽ വെച്ചേച്ച് നമുക്ക് ഈ ബ്രൗസർ കമാൻഡിന്റെയും നാവിഗേഷൻ കമാൻഡിന്റെ എഴുതാം. ഇതേ പേജിൽ കോഡ് എഴുതാം, പക്ഷെ ഒരുപാട് ലെങ്തി ആയി പോവില്ലേ? കൺഫ്യൂഷൻ ആവും അല്ലേ? കൺഫ്യൂഷൻ ആവും. പിന്നെ അത് മാത്രമല്ല, പൈത്തൺ ഫയലിന്റെ റീഡബിലിറ്റി കുറയും.
കൂടുതൽ നമ്പർ ഓഫ് ലൈൻസ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുമ്പോൾ അതവിടെ റീഡബിലിറ്റി കുറയും. ഓക്കെ. അതുപോലെ മാം ഇതിന്റെ ഇതെന്ന് പറയുമ്പോ നമ്മളിപ്പോ നമുക്ക് ടൈറ്റിൽ എന്താന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കറണ്ട് URL എത്താൻ വേണ്ടിയിട്ട് ഈ കറണ്ട് വിൻഡോ ഹാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഏത് നമ്മളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്ന ടാബ് ഏതാണോ അതിന്റെ ID. അതിന്റെ ID ആണ് വേണ്ടത് അല്ലെ? അതിന്റെ പേജ് ID ആണ് സോഴ്സ് എന്ന് retrieve പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ HTML കോഡ് നമുക്ക് വേണമെങ്കിൽ അത് HTML നമുക്ക് code ഇതിനകത്ത് നിന്ന് എടുക്കാം. HTML കോഡ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന മാം വല്ല APIക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ടെസ്റ്റിങ്ങിനൊക്കെ APIക്ക് മാത്രമല്ല നമ്മളിപ്പോ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ DOM ആണ്. ഈ പേജ് സോഴ്സിനെ യൂസ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഓക്കെ ഓക്കെ. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അത് ഞാൻ ജസ്റ്റ് ചോദിച്ചു. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഒരു കാര്യം ചെയ്തോടാ, നമ്മൾ ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ലൊക്കേറ്റേഴ്സ് എന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇനി മൂവ് ചെയ്യുന്നത്. ലൊക്കേറ്റേഴ്സ് എന്ന് വെച്ചാൽ ഞാനിപ്പോ നിങ്ങളുടെ അടുത്തും ആസ് മാനുവൽ ടെസ്റ്റേഴ്സ് നിങ്ങളോട് ഞാൻ പറയുകയാണ്. അതായത് എനിക്ക് ഇവിടെ ലോഗിൻ ഫംഗ്ഷനാലിറ്റി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വെരിഫൈ ചെയ്യണം. ഇതിൽ യൂസർ നെയിം എന്ന് പറഞ്ഞ ഫീൽഡിൽ വന്നിട്ട് യൂസർ നെയിം വാല്യൂ എൻ്റർ ചെയ്യണം. അല്ലെങ്കിൽ പാസ്വേഡ് ഫീൽഡ് എന്ന് പറഞ്ഞ സ്പെസിഫിക് ആയിട്ടുള്ള എന്താ പറയാ കോമ്പോണന്റിൽ വന്നിട്ട് വേണം എനിക്ക് ഡാറ്റ എൻ്റർ ചെയ്യാനായിട്ട്, അല്ലേ? സോ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ആസ് ഓട്ടോമേഷൻ ടെസ്റ്റേഴ്സ് നിങ്ങൾ എങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യും? ഈ ഒരു എലമെന്റിനെയാണ് എനിക്ക് ലൊക്കേറ്റ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു എലമെന്റിനെ വെച്ചാണ് എനിക്ക് വർക്ക് ചെയ്യാനുള്ളത്. എങ്ങനെ ടെസ്റ്റേഴ്സ് സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുക്കും? അതിനൊരു ടെക്നിക്ക് വേണ്ടേ? ആ ടെക്നിക്കിനാണ് ലൊക്കേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. സെലീനിയത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ലൊക്കേറ്റേഴ്സ്. ഓക്കെ മാനൊരു ഡെഫിനേഷൻ ഒരു സെന്റൻസ് ആയിട്ട് നമുക്ക് പറയുവാണെങ്കിൽ എന്ത് പറയാം? ചാറ്റിലിടുന്നുണ്ട് കേട്ടോ. നോട്ട് ചെയ്ത് കഴിഞ്ഞോ? പറയട്ടെ. ഒരു സെക്കൻഡ്. പറഞ്ഞോളൂ.
അങ്ങനെ ടെസ്റ്റ് ചെയ്ത് എന്താടാ ലോഗിൻ ക്ലിക്ക് ചെയ്തു ഇത് വേണ്ട ഡയറക്റ്റ് ഇതിലേക്ക് പോകുന്നില്ലല്ലോ ഹോം പേജ് ആവശ്യമില്ല അവിടെ ഇവിടെ ഫയല് പറയട്ടെടാ. പറഞ്ഞു മാം. ഓക്കെ, ഒരു കാര്യം ചെയ്തടാ, നമ്മളുടെ ആപ്ലിക്കേഷൻ ഇല്ലേ ഏതാണ് സെലീനിയം ക്യാപബിൾ ഡോട്ടിന് URL ഒന്ന് എടുത്തേ. ആ ഇതല്ലേ എടുത്തു ഓപ്പൺ ചെയ്യടാ ഒന്ന്. ക്രോമിലാണോ മാം? ക്രോമിൽ എവിടെയെങ്കിലും എവിടെയാണെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും ബ്രൗസറിൽ ഓപ്പൺ ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ. അത് ഇൻപുട്ട് ഫോം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തേ. ഇതില് നമുക്ക് ഇവിടെ കുറെ ടെക്സ്റ്റ് ബോക്സ് കാണാം, അതുപോലെ ബട്ടൺസ് കാണാം, അങ്ങനെ കുറെ കാര്യങ്ങൾ കാണാം അല്ലേ. ഇതിനെല്ലാം ഓട്ടോമേഷൻ ടെസ്റ്റിംഗിന്റെ ലാംഗ്വേജിൽ വിളിക്കുന്ന പേരാണ് വെബ് എലമെന്റ്സ്. അതായത് ടെക്സ്റ്റ് ബോക്സും ടെക്സ്റ്റ് ബോക്സ്, ബട്ടൺസ് അല്ലെങ്കിൽ റേഡിയോ ബട്ടൺസ്, ചെക്ക് ബോക്സസ് ഉണ്ട്, കുറെ സാധനങ്ങൾ കാണില്ലേ നമ്മള്. അതിനെല്ലാം നമ്മൾ കോമൺലി വിളിക്കുന്ന പേരാണ് വെബ് എലമെന്റ്സ്. ലിങ്ക് ഒക്കെ മാം, ലിങ്ക് എല്ലാം വെബ് എലമെന്റ് ആണ്. അതായത് ഒരു വെബ് ആപ്ലിക്കേഷനിൽ കാണുന്നത് എന്തും ഒരു വെബ് എലമെന്റ് ആണ്. അപ്പോ ഈ വെബ് എലമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്താലല്ലേ നമുക്ക് ഫർദർ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇതുവരെ പറഞ്ഞു ഓക്കെ നമുക്ക് ഇങ്ങനെ ആക്സസ് ചെയ്യാം, മാക്സിമൈസ് ചെയ്യാം, മിനിമൈസ് ചെയ്യാം എന്ന് പറഞ്ഞു. ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇതുമായി ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുക്കാൻ ഒരു ഐഡന്റിറ്റി വേണ്ടേ? ഈ എലമെന്റ്സിന് ഒരു ഐഡന്റിറ്റി ഉണ്ടെങ്കിലേ സിസ്റ്റത്തിന് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? സോ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ലൊക്കേറ്റേഴ്സ്. ലൊക്കേറ്റേഴ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് കുറച്ച് ടേംസ് ആദ്യം അറിഞ്ഞിരിക്കണം. അതാണ് ആദ്യം കവർ ചെയ്യുന്നത് നമ്മൾ. ആ മെസ്സേജ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് കൊടുക്കുക. Input type equals text, class equals form, control ID equals single input field, placeholder equals message അല്ലേ? ഇതുപോലെ കുറെ കാര്യങ്ങൾ ഇവിടെ കാണാം. ഇതിനെ എൻറ്റയർലി വിളിക്കുന്ന പേരാണ് ഈ എലമെന്റ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾ കാണുന്ന എൻറ്റയർ HTML കോഡിനെ വിളിക്കുന്ന പേരാണ് DOM, ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ. എൻറ്റയർ HTML code that is visible in the elements tab is called DOM അല്ലെങ്കിൽ document object model. മാം ഒന്നും കൂടെ പറയോ? പറയാം. HTML code found in the elements tab upon inspecting an element is called DOM അല്ലെങ്കിൽ document object model. ഇനി ഇതില് നിങ്ങൾ കാണുന്ന ഓരോന്നും, അതായത് ഇൻപുട്ട് അല്ലെങ്കിൽ div എന്നൊക്കെ പറഞ്ഞ് കാണുന്ന ഒരു ലെഫ്റ്റ് ആംഗിൾ ബ്രാക്കറ്റ് ആൻഡ് റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റ്സിനുള്ളിൽ വരുന്ന എന്തിനേയും ടാഗ് എന്ന് വിളിക്കാം. എങ്ങനെ ഒരു ലെഫ്റ്റ് ആംഗിൾ ബ്രാക്കറ്റും റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റും ഇല്ലേ? അതായത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ. അതെ. ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ്റെ ഉള്ളിൽ എന്ത് എഴുതിയാലും അതിനെ നമുക്ക് വിളിക്കാൻ പറ്റാവുന്ന പേരാണ് ടാഗ്. അതെങ്ങനെയാ മാം പറയാ? ടാബോ? ടാഗ് അതായത് ഇപ്പൊ ഇവിടെ ഒരു ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ്റെ ഉള്ളിൽ ലേബൽ 4 ഈക്വൽസ് എന്തുണ്ട്? ഇൻപുട്ട്
ഇമെയിൽ 14 ഇല്ലേ, തൊട്ട് മുകളില് അതിനെ എൻറ്റയർ ആയിട്ട് നമുക്കൊരു ടാഗ് ആണെന്ന് പറയാൻ പറ്റും. മാം അപ്പൊ ഇത് പറയാൻ പറ്റിയല്ലേ, നമ്മുടെ ഇപ്പൊ ഇൻപുട്ട് ടൈപ്പ്, ടെക്സ്റ്റ്, ക്ലാസ്, ഫോം കൺട്രോൾ, ID. അതെ, യെസ്, അതും ഒരു ടാഗ് ആണ്. അപ്പൊ എന്താ മാം ഒരു സെന്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tag is the value of web element and is denoted using and is written within double quotes. ഓക്കെ, ഇതില് ലെഫ്റ്റ് ആംഗിൾ ബ്രാക്കറ്റില് അല്ലെങ്കിൽ ലെസ് ദാൻ കഴിഞ്ഞ് തൊട്ടിപ്പുറത്തൊരു വേർഡ് ഇല്ലേ, ഇൻപുട്ട് അല്ലെങ്കിൽ ലേബൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നില്ലേ, അതിനെ പറയുന്ന പേരാണ് ടാഗ് നെയിം. ഏതിനെ മാം, ഏതാ ഒന്നും കൂടെ പറഞ്ഞേ? ഇവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ആ ലെസ് ദാൻ അല്ലെങ്കിൽ ലെഫ്റ്റ് ആംഗിൾ ബ്രാക്കറ്റിന്റെ തൊട്ടിപ്പുറത്ത് ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുള്ള നെയിം കണ്ടോ, ഇൻപുട്ട് അല്ലെങ്കിൽ ലേബൽ div എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എന്റെ നോക്കുന്നത്, ഷെയർ ചെയ്തതിനകത്ത് നോക്കാം, ഒരു സെക്കൻഡ്. ഏതാ ലേബൽ ഫോർ ഇൻപുട്ട് ഇമെയിൽ 14 കണ്ടു, അത് കഴിഞ്ഞിട്ട് ആണോ? ഇൻപുട്ട് ടൈപ്പ് ഈക്വൽസ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഹൈലൈറ്റ് ആയിട്ടില്ലേ, അതിൽ ഇൻപുട്ട് എന്ന് പറയുന്നതിനാണ് ടാഗ് നെയിം എന്ന് പറയുന്നത്. അതായത് ആ ലെസ് ദാനിന്റെ തൊട്ട് അപ്പുറത്ത് വരുന്ന വേർഡ് ഏതാണോ അതിനെയാണ് ടാഗ് നെയിം എന്ന് പറയുന്നത്. മാം ഇപ്പൊ ഗ്രേറ്റർ ദാന്റെ അതിനകത്ത് ഇപ്പൊ നമുക്കിപ്പോ കിടക്കുന്ന മെസ്സേജ് അല്ലേ, അത് നമുക്ക് അത് ടാഗ് നെയിം അല്ല, ലെസ് ദാന്റെ അവിടെ വരുന്നതാണ് ടാഗ് നെയിം. അപ്പൊ ആ റെഡില് വരുന്നതാണോ? യെസ്, ആ റെഡിൽ വരുന്നതാണ് ടാഗ് നെയിം. റെഡ് അല്ലെങ്കിൽ പർപ്പിൾ ഡാർക്ക് അപ്പൊ അത് ഇൻപുട്ട് ടൈപ്പ്, പ്ലേസ് ഹോൾഡർ, ക്ലാസ് ID ഒക്കെ ടാഗ് നെയിം ആണ്? അല്ല, ഇൻപുട്ട് മാത്രം. ഇൻപുട്ട് എന്ന് പറഞ്ഞ വേർഡ് മാത്രമാണ് ടാഗ് നെയിം. ഇൻപുട്ട് ടൈപ്പ് അല്ല, ടൈപ്പില്ല, ഇൻപുട്ട് മാത്രം. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് ആ ലെസ് ദാൻ കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് വേർഡ്, ആ ഫസ്റ്റ് വേർഡിനെയാണ് എന്ത് പറയുന്നത്, ടാഗ് നെയിം എന്ന് പറയുന്നത്. അപ്പൊ മാം ആ താഴോട്ട് പോകുമ്പം ഷോ മെസ്സേജ് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയാ, ലെസ് ദാൻ കഴിഞ്ഞ് ഹാഷ് ബട്ടൺ എന്ന് പറയുന്നതും ടാഗ് നെയിം ആണോ? ഏതാടാ ഒന്നുകൂടെ ചോദിച്ചേ? അത് തന്നെ. അതില് ബട്ടൺ എന്ന് പറയുന്നത് ടാഗ് നെയിം ആണ്. അതെ, എനിക്ക് പറഞ്ഞ div ക്ലാസ് ഈക്വൽസ് ഫോം ഗ്രൂപ്പ് മുകളിൽ കാണുന്നത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഇൻടു. ഇതില് ഏതാണ് ടാഗ് നെയിം? div. ഓക്കെ, ഫോം മെത്തേഡ് ഈക്വൽസ് പോസ്റ്റിൽ ഏതാ വരുന്നത്? ഡയാന പറഞ്ഞേ. ഹലോ മാം, ഡയാന പറഞ്ഞോ. ഫോം മെത്തേഡ് ഈക്വൽസ് പോസ്റ്റ്. ഫോം മെത്തേഡ് ഈക്വൽസ് പോസ്റ്റ് എന്ന് പറയുന്ന ആ സ്പെസിഫിക് ആയിട്ടുള്ള ടാഗില് ഏതാണ് ടാഗ് നെയിം വരുന്നേ? പോസ്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞ ലെഫ്റ്റ് ആംഗിൾ ബ്രാക്കറ്റ് കഴിഞ്ഞുള്ള ഫസ്റ്റ് വാല്യൂ എന്നല്ലേ? ഏതാ വരിക? ഹലോ, പറയടാ, കേൾക്കുന്നില്ലേ? കട്ടായി പോകുന്നു മാം. ഹലോ, അതില് പേജ് ടാസ്ക് ചെയ്യണം. പേജും കൂടെ ചെയ്തിട്ട് പേജ് ടാസ്ക് ചെയ്യണം. ഡയാന കേൾക്കുന്നില്ലടാ? കട്ടായി പോകുന്നു മാഡം. എല്ലാവർക്കും കട്ടാവുന്നുണ്ടോടാ? ഫോണിന് കണക്ട് ചെയ്യുന്നു, അതെന്താണെന്ന് അറിയില്ല. എല്ലാവർക്കും ആവശ്യമുണ്ടോ? എനിക്ക് കേൾക്കാം. ഓക്കെ, എങ്കിൽ അജിത്ര പറഞ്ഞേടാ. അജിത്ര, ഫോം ആണ് മാം. ഫോം, അതെ, കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ
div class equals form ഗ്രൂപ്പിന്റെ അല്ലല്ലോ. തൊട്ട് താഴെ div class equals form ഗ്രൂപ്പ്. ആ അതിലേതാ വരിക ടാഗ് നെയിം? div. 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 ഓക്കെ. അപ്പൊ ടാഗ് നെയിം എന്താന്ന് ക്ലിയർ അല്ലേ? മാം അപ്പൊ ഇതിനകത്ത് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ div ക്ലാസ് ഫോം ഗ്രൂപ്പ് അല്ലേ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടാഗ് എന്ന് പറയുന്നത് div class equals form ഗ്രൂപ്പ്. ഓക്കെ എന്റർ. എന്റർ. അതിൽ ടാഗ് നെയിം എന്ന് വെച്ചാൽ div. ഓക്കെ ഇനി നെക്സ്റ്റ് എന്നോട് ചോദിച്ചില്ലേ ക്ലാസ് ഈക്വൽസ് ഫോം ഗ്രൂപ്പും കൂടെ ചേർന്നാലല്ലേ ടാഗ് ആവാന്ന്? അല്ല, പകരം ക്ലാസ് ഈക്വൽസ് ഫോം ഗ്രൂപ്പില് ഈക്വൽസിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള, അതായത് ഇപ്പൊ ഈ ഡിവിന്റെ എക്സാമ്പിൾ എടുത്താൽ div ക്ലാസ് ഈക്വൽസ് ഫോം ഗ്രൂപ്പ് എന്നാണ്. ഈക്വൽസിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ക്ലാസ്സിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആട്രിബ്യൂട്ട്സ് എന്ന് പറയാൻ പറ്റും. അതെങ്ങനെയാ മാം ഒരു സെന്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ? div കഴിഞ്ഞിട്ട് വരുന്ന എന്തും അല്ലെങ്കിൽ ആ ടാഗ് നെയിം കഴിഞ്ഞിട്ട് വരുന്നത് എന്തും എന്താണ്? ഒരു ആട്രിബ്യൂട്ട് ആൻഡ് വാല്യൂ കോമ്പിനേഷൻ ആണ്. നടുക്ക് ഈക്വൽസ് കണ്ട കൺഫേം ചെയ്തോളൂ, അതൊരു ആട്രിബ്യൂട്ട് ആണ്. The name which is comes after the tag name അല്ലേ? ടാഗ് നെയിം, യെസ്, which comes after the tag name. അപ്പൊ ഇവിടെ പറഞ്ഞു നോക്കിയ ക്ലാസ് ഈക്വൽസ് ഫോം ഗ്രൂപ്പ്, അതില് ഏതായിരിക്കും നമ്മുടെ ആട്രിബ്യൂട്ട്? ക്ലാസ്. Class. ഓക്കെ. ഇനി ഇൻപുട്ട് ടൈപ്പ് ഈക്വൽസ് ടെക്സ്റ്റ്, ക്ലാസ് ഈക്വൽസ് ഫോം കൺട്രോൾ. ഇതിൽ നമുക്ക് രണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഏതൊക്കെയാ? ടൈപ്പും ക്ലാസ്. ടൈപ്പ് ഉണ്ട്. ടൈപ്പും ഉണ്ട്, ക്ലാസ്സും അല്ലേ? ക്ലാസ് ഉണ്ട്. ഓക്കെ. ഇനി ഈക്വൽസിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നതാണ് അതിന്റെ വാല്യൂസ്, അതായത് ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂസ്. ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂസ്. ആട്രിബ്യൂട്ട് വാല്യൂ ഇപ്പൊ എന്താ വരിക? അത് ഒന്നുകൂടെ പറയൂ. ആ, നമ്മൾ പറഞ്ഞു എന്താണ്? ടൈപ്പ് ഈക്വൽസ് ടെക്സ്റ്റ്, ക്ലാസ് ഈക്വൽസ് ഫോം കൺട്രോൾ എന്ന് വെച്ചാൽ ഈ ടൈപ്പ് അല്ലെങ്കിൽ ക്ലാസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ആട്രിബ്യൂട്ട്സ് അല്ലേ? ഇനി കമ്മിങ് ടു വാല്യൂസ്, ഈക്വൽസിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതാണ് വാല്യൂസ്, ആട്രിബ്യൂട്ടിന്റെ വാല്യൂസ് എന്ന് പറയുന്നത്. മാം അതായത് ഈ ലൈനിൽ വരുന്ന ടെക്സ്റ്റും ഫോം കൺട്രോൾ അങ്ങനെ. ഫോം കൺട്രോളും, അതെ. അങ്ങനെയാണെങ്കിൽ ശിഖ പറഞ്ഞ ബട്ടൺ ടൈപ്പ് ഈക്വൽസ് ബട്ടൺ, ക്ലാസ് ഈക്വൽസ് BTN പ്രൈമറി. ഇതിൽ ഏതൊക്കെയാണ് ആട്രിബ്യൂട്ട്സ്, ഏതൊക്കെയാണ് വാല്യൂസ്? ആട്രിബ്യൂട്ട്സ് ടൈപ്പ് ആൻഡ് ക്ലാസ് ആട്രിബ്യൂട്ട്സ് ആണ്. അതിന്റെ വാല്യൂ വരുന്നത് ബട്ടൺ ആൻഡ് BTN പ്രൈമറി ആണ്. പിന്നെ ഈ ഐഡിയും ആട്രിബ്യൂട്ട് ആണ്. ഐഡിയും ആട്രിബ്യൂട്ട് ആണ്, അതെ. ഓക്കെ. ഐഡി ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഏതാ വരിക? ബട്ടൺ ഓൺ. ബട്ടൺ 1. ഇപ്പുറത്തൊരു E ഉണ്ട്. ഓക്കെ. ഓക്കെ. ഇത്രയും ടേംസ് ക്ലിയർ ആണോടാ? ഒരു സെക്കൻഡ് മാം, ഒരു സെക്കൻഡ്, എനിക്ക് ഒരു സെക്കൻഡ് തരുമോ? ഓക്കെ. മാം ഇതിന്റെ നോട്ട് തരുമോ? പറയട്ടെടാ. ഹലോ മാം. പറയാ ചിത്ര. മാം കേക്കാവോ? ചിത്ര പറയടാ. മാം നമ്മളിപ്പോ പറഞ്ഞ മെയിൻ ഇതെന്ന് വെച്ചാൽ ടാഗ് നെയിം, ആട്രിബ്യൂട്ട് വാല്യൂ. 3 കാര്യം ക്ലിയർ ആണോ? ഈ പറഞ്ഞ 3 കാര്യങ്ങള് അപ്പൊ മാം ഇങ്ങനെ വെച്ച് നോക്കുമ്പം ടൈപ്പ്, ക്ലാസ്, ഇതിന്റെ പിന്നെ എന്താ പറയാ, നമ്മളിപ്പോ ഈ ഒരു ടാഗിന് ആ ഒരു എലമെന്റ് എന്നല്ലേ അങ്ങനെ പറയാനല്ലേ മാം ഇപ്പൊ പറഞ്ഞത്? ഇതൊക്കെ ഒരു എലമെന്റ്. ഈ ടാഗ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു എലമെന്റിനെ ആയിരിക്കും.
ആ എലമെന്റ് വെച്ചാൽ ഏതാണ്? നമ്മൾ കാണുന്ന ടെക്സ്റ്റ് ബോക്സോ അല്ലെങ്കിൽ ബട്ടണോ റേഡിയോ ബട്ടണോ ഒക്കെയാണ് ആ എലമെന്റ്സ്. അപ്പം അത് എല്ലാം ആകാം അല്ലേ? എല്ലാം ആകാം. യെസ്, വെബ് അപ്പം ആപ്ലിക്കേഷനിൽ എന്തും ആവാം. ഇപ്പം റീൻഡു ഈ എടുത്തേക്കുന്ന HTML കോഡാണല്ലോ ഈ എടുത്തേക്കുന്നത്. ആണ്. അപ്പൊ അതിനകത്തെ എന്തും നമുക്ക് ടാഗ് ആയിട്ട് പറയാം. എന്തിനേയും ടാഗ് ആയിട്ട് പറയാം. അതായത് ലെസ് ദാൻ കേട്ടതിന്റെ ഉള്ളിൽ വരുന്ന എന്തിനേയും ടാഗ് ആയിട്ട് പറയാം. അപ്പം ഈ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അതിന്റെ പ്രോപ്പർട്ടി ആണോ പറയുന്നത്? അതെ, ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ആണ്. ആ സ്പെസിഫിക് ടാഗിന്റെ പ്രോപ്പർട്ടി ആണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം വാല്യൂ എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടിയുടെ എന്താ പറയാ അസൈൻ ചെയ്തേക്കുന്ന വാല്യൂ. അതെ, പ്രോപ്പർട്ടിക്ക് അസൈൻ ചെയ്ത വാല്യൂ. കറക്റ്റ്. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചാൽ കുഴപ്പമില്ലല്ലോ അല്ലേ? എങ്ങനെ? ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ഓഫ് ദ എലമെന്റ്, വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ അസൈൻ ടു ദാറ്റ് പ്രോപ്പർട്ടി ആണോ? അതെ. ഓക്കെ, ക്ലിയർ ആണോ അവിടെ? ഓക്കെ. ഇനി അടുത്തത് ഞാനിപ്പോ പറഞ്ഞ 3 കൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? മാം ഒരു ചോദ്യം കൂടെ. ഈ ടാഗ് എപ്പോഴും ഈ സൈൻ കഴിഞ്ഞിട്ടായിരിക്കുമോ വരുന്നത്? ലെസർ ദാൻ സൈൻ കഴിഞ്ഞിട്ടായിരിക്കും എപ്പോഴും വരുന്നത്? ടാഗ് നെയിമാ? ടാഗ് നെയിം. യെസ്, അതെ. ടാഗ് നെയിം എന്ന് വെച്ചാൽ നമ്മുടെ ലെസർ ദാൻ സൈൻ കഴിഞ്ഞ് കാണുന്ന ഫസ്റ്റ് വാല്യൂ. എല്ലാ കേസിലും അങ്ങനെ എക്സെപ്ഷൻ ഉണ്ടാവില്ല? എക്സെപ്ഷൻസ് ഉണ്ടാവില്ല. എപ്പോഴും ലെസ് ദാന്റെ തൊട്ടിപ്പുറത്ത് വരുന്ന വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തോളാം. പൈച്ചാമിൽ വന്നിട്ട് ഹാൻഡ്ലിംഗ് ലൊക്കേറ്റേഴ്സ്. സെലേനിയം ബേസിക്കിനകത്തല്ലേ? സെലേനിയം ബേസിക്സ്. സെലേനിയം ബേസിക്സിന്റെ അകത്ത്. എന്താ ഫയൽ നെയിം? ഹാൻഡ്ലിംഗ് ലൊക്കേറ്റേഴ്സ്. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ എല്ലാവരും എങ്കിൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്തോടാ. ഹാൻഡ്ലിംഗ് ലൊക്കേറ്റർ ആണോ മാം ക്ലാസ് നെയിം? ക്ലാസ് നെയിം സെയിം കൊടുത്താൽ മതി. ഹാൻഡ്ലിംഗ് ലൊക്കേറ്റേഴ്സിന്റെ പേര് കൊടുത്തു. ഓക്കെ, ലൊക്കേറ്റേഴ്സ് ആരെയാണ് എക്സ്റ്റെൻഡ് ചെയ്യണ്ടേ അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യണ്ടേ? ബേസിക് സെലേനിയോ. ബേസിക് സെലേനിയം. യെസ്. മാം ഇമ്പോർട്ട് ചെയ്യണോ? ഇമ്പോർട്ട് ചെയ്തോടാ. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോടാ.
പേരെന്തോ മാം? എന്താ കൊടുക്കേണ്ടത്? വെരിഫൈ ലൊക്കേറ്റേഴ്സ്. വെരിഫൈ ലൊക്കേറ്റേഴ്സ്. വെരിഫൈ ലൊക്കേറ്റേഴ്സ്. LOCATORS. ലൊക്കേറ്റർ. സോറി, മ്യൂട്ടിലായിരുന്നേ, സോറി. ലൊക്കേറ്റേഴ്സ്. LOCATORS. ലൊക്കേറ്റേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോ ഒരു URL എടുത്തില്ലായിരുന്നോ? നമ്മളിപ്പോ ഒരു URLിലേക്ക് പോയില്ലായിരുന്നോടാ, ഇൻപുട്ട് ഫോം എന്ന് പറഞ്ഞിട്ട്. ആ URLിലേക്ക് ഇവിടെ നാവിഗേറ്റ് ചെയ്തേ, .get വിളിച്ചിട്ട്. അതായത് ഇത് self.browser.get അല്ലേ? self.browser.get എന്ന് പറഞ്ഞിട്ട് വിളിക്കണം. മാം ഒരു സെക്കൻഡ്. ഇത് പറ്റി എനിക്ക്. ഞാൻ ഷെയർ ചെയ്യാം. ഇതല്ലേ മാം സിമ്പിൾ ഫോം? ഇതല്ലേ URL? അതന്നെ, സിമ്പിൾ ഫോം demo.php. മാം ഒന്ന് നോക്കൂ എന്റേത്. നോക്കട്ടെ. എന്തോ ഞാൻ ചെയ്തു വെച്ചു. അത് റിമൂവ് ചെയ്തേ, ബേസിക്സ് റിമൂവ് ചെയ്തേ. ഇതോ? അവിടെ ഇമ്പോർട്ട് കൊടുത്തേ. ഓക്കെ, ബേസിക്സ് ലിങ്കിലേക്ക് വന്നേടാ. ഇവിടോ? ബ്രൗസർ കമാൻഡ് എടുത്തേ ഒന്ന്. ബേസിക്സ് ലീനിയസിന്റെ സ്മോൾ ഹാൻഡ് ലൊക്കേറ്റേഴ്സ് ക്ലിക്ക് വന്നേ. ബേസിക്സ് ലീനിയത്തിന്റെ ഓക്കെ. ഓക്കെ സ്മോൾ ആക്ക്. അത് ഞാൻ ആദ്യത്തെ. ഓക്കെ, ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്. ഓൾറൈറ്റ്. ഇനി എന്തോ ക്ലാസ് അല്ല, ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോടാ. ഗെറ്റ് ചെയ്തു, URL വിളിച്ചു. എന്തായിരുന്നു ഫംഗ്ഷൻ നെയിം പറഞ്ഞത് മാം? വെരിഫൈ നാവിഗേഷൻ, സോറി, വെരിഫൈ ലൊക്കേറ്റേഴ്സ്. ഓക്കെ, വെരിഫൈ ലൊക്കേറ്റേഴ്സ് താഴെ ടൈപ്പ് ചെയ്തോളൂ. വെരിഫൈ ലൊക്കേറ്റേഴ്സ് താഴെ ടൈപ്പ് ചെയ്യടാ. self.browser.get വിളിക്കണ്ടേ? ഇനി self.driver.get എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ URL ആക്സസ് ചെയ്തില്ലേ, അതിനൊന്ന് ആക്സസ് ചെയ്തേ. ഡയാന അജിത്ര ഫോളോ ചെയ്യുന്നില്ലടാ? ചെയ്യുന്നുണ്ട്. ഡൗട്ട് ഇല്ലല്ലോ? കുഴപ്പമില്ല മാം. തന്റെ സ്ക്രീൻ ഒന്ന് ശരിയാക്കാവണോ? സ്റ്റോപ്പ് ചെയ്യണോ? ആണോ? അല്ല, സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തു. താൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാവോ? കാണാൻ മാക്സിമൈസ് ചെയ്തോടാ. കാണാമോ? .getനെ പാസ് ചെയ്യേണ്ടത് നമ്മളുടെ ഇൻപുട്ട് ഫോമിന്റെ URL. ഓക്കെ, അതായത് നമ്മുടെ ഇതല്ലേ? അല്ല, ക്യാബിൾ ഡോട്ടിനല്ല, ഇൻപുട്ട് ഫോം. എടാ താനാ ഫോമിലോട്ട് വെക്കേ. നീ ഇപ്പൊ ഇൻസ്പെക്ട് ചെയ്തില്ലേടാ ഒരു പേജ്? ആ പേജ് എടുത്തേ. ഓക്കെ, അതാണോ? ഒരു സെക്കൻഡ്. നമ്മൾ ടെക്സ്റ്റ് ബോക്സ് ഒക്കെ കണ്ടില്ലേ, അതിന്റെ URL. ഓക്കെ, ഇതാണെന്ന് തോന്നുന്നു അല്ലേ? അത് ഞാൻ സെയിം ആണോ എടുത്തേന്നുള്ളതോ? ഇതാണോ മാം? അതന്നെ, ആ URL തന്നെ. ആ URL കോപ്പി എടുത്തടാ. ഇത് അല്ലേ? പൈച്ചാമിനെ മാക്സിമൈസ് ചെയ്ത് വെച്ചോടാ. ഇനി നമ്മള് ഒരു പൈച്ചാം യൂസ് ചെയ്തിട്ട്, സോറി പൈച്ചാം അല്ല,
സോറി പൈത്തൺ സെലീനിയം യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു എലമെന്റിനെ ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യും, ബിൽറ്റ് ഇൻ ഫംഗ്ഷനെ യൂസ് ചെയ്യും, ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ്. ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് എന്തിനാ മാം യൂസ് ചെയ്യുന്നത്? നമ്മൾ ഒരു എലമെന്റിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ്. ഫംഗ്ഷൻ യൂസ് ടു ലൊക്കേറ്റ് ആൻ എലമെന്റ് അല്ലേ? ഫംഗ്ഷൻ യൂസ് ടു ലൊക്കേറ്റ് an element is find underscore element. അതൊരു ബിൽറ്റ് ഇൻ ആണ് അല്ലേ? അതെ, ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. മാം ഒന്നും കൂടെ പറയൂ. ഫംഗ്ഷൻ യൂസ് ടു ഫൈൻഡ് A specific element is called find element. ഈ ഫൈൻഡ് എലമെന്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ആണോ? ഒരു ഫംഗ്ഷൻ ആണ് അത്, ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണത്. ഓക്കെ. ഓക്കെ. ഇനി നമ്മളുടെ വെബ് ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചു വന്നേ, URL-ലേക്ക്. ഇതാണോ? യെസ്, അതെ. ഇവിടെ നമുക്ക് ID എന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട് അല്ലേ? എവിടെയാണ്? ഇൻപുട്ടില് ഇൻപുട്ടോ അല്ലെങ്കിൽ എന്റെ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബോക്സ് ഇല്ലേടാ, ടെക്സ്റ്റ് ബോക്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തേ. ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ക്ലാസ് ഫോം കൺട്രോൾ. ഓക്കെ, ഐഡി കൺട്രോൾ. പിന്നെ ID ഈക്വൽസ് സിംഗിൾ ഇൻപുട്ട് സംതിങ്, സിംഗിൾ ഇൻപുട്ട് ഫീൽഡ് അല്ലേ? ഒരു സെക്കൻഡ് എവിടെ? വരട്ടെ എത്തിയിട്ട് മതി, തിരക്കില്ല. മെസ്സേജ് ടെക്സ്റ്റ് ബോക്സ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് കൊടുക്കുക. കൊടുത്തോ? മെസ്സേജ് എന്റെ മെസ്സേജിന് താഴെയാണോ? എന്റർ മെസ്സേജിന് താഴെയാണ് ടെക്സ്റ്റ് ബോക്സ്, മെസ്സേജിന് ടെക്സ്റ്റ് ബോക്സ്. ഓക്കെ. അത് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഇൻസ്പെക്ട് കൊടുത്തു. ഇപ്പൊ ഏതാ ഹൈലൈറ്റ് അയക്കുന്നേ ശിഖ? മുകളിലേക്ക് നോക്കിക്കേ, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽസ് ടെക്സ്റ്റ്. അതാ ഹൈലൈറ്റ് അയക്കുന്ന നോക്കടാ എലമെന്റ്സില്. ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ്. കിട്ടിയോ? ഇത് അല്ലേ? ഇത് അതന്നെ. ഓക്കെ. ഡയാന അജിത്ര ക്ലിയർ അല്ലേടാ? ഇതുവരെ എത്തിയായിരുന്നോ നിങ്ങള്? എത്തിയില്ലേ മാം? ഇത് എന്തുവാണെന്ന് പറഞ്ഞേ? ഏത്? ഈ ഹൈലൈറ്റ് ചെയ്തേക്കുന്നതിന് എന്തെങ്കിലും പറഞ്ഞോ മാം? പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, പറയാൻ പോകുന്നേ ഉള്ളൂ. മാം എന്നാ ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യോ, എനിക്ക് ഇവിടെ ഒരു സൗണ്ട് ഉണ്ട്, ഞാൻ അതൊന്ന് തീർന്നോട്ടെ. ഓക്കെ പറഞ്ഞു മാം. ഓക്കെ, അപ്പൊ ഇവിടെ ID ഈക്വൽസ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ട് ഇല്ലേ? സോ ഈ വാല്യൂവിനെ യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഒരു എലമെന്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ലൊക്കേറ്റർ ആണ് ID ലൊക്കേറ്റർ. എങ്ങനെയാ മാം ഒന്നുകൂടെ പറയാവോ? നമ്മളിവിടെ ID എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഇല്ലേടാ, ഈ ID എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ എലമെന്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാണെന്ന് വിചാരിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ID ലൊക്കേറ്റേഴ്സ്. അതിനൊരു ഡെഫിനിഷൻ ആയിട്ട് മാം പറയാവോ? Locator that uses ID attribute to identify that an are element. ഒരു മിനിറ്റ് മാം. ലൊക്കേറ്റേഴ്സ് that are used to identify an element. That are used to identify an element using ID attribute is called ID locator.
ഐ ഡി ഈക്വൽസ് എന്നിട്ടുള്ള വാല്യൂ ഇല്ലേടാ, ആ. ഐ ഡി അട്രിബ്യൂട്ടിന്റെ വാല്യൂ അത് മാത്രം ഒന്ന് കോപ്പി എടുത്തേ, ഡബിൾ ക്ലിക്ക് ചെയ്തേ അവിടെ. ഈ സിംഗിൾ ഇൻപുട്ട് ഫീൽഡ് ആണോ? യെസ്, സിംഗിൾ ഇൻപുട്ട് ഫീൽഡ് അത് തന്നെ. സിംഗിൾ ഇൻപുട്ട് ഫീൽഡ് ഒന്ന് കോപ്പി എടുത്തേ. അതെനിക്ക് അങ്ങനെ കോപ്പി ആവാൻ പറ്റണല്ലോ. ഡബിൾ ക്ലിക്ക് ചെയ്യ്, സിംഗിൾ ഇൻപുട്ട് ഫീൽഡിന്റെ അവിടെ മാത്രം ഡബിൾ ക്ലിക്ക് ചെയ്യ്. അപ്പൊ ഐഡി വരുക. ഐഡി അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യ്, സിംഗിൾ ഇൻപുട്ട് ഫീൽഡിൽ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യ്. ഇപ്പൊ സെലക്ട് ആവും. ഒരുമിച്ച് സെലക്ട് ചെയ്യരുത്. ഇപ്പൊ ജസ്റ്റ് സെലക്ഷന്റെ ഓപ്ഷൻ വന്നില്ലേ, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന മേലെ ഫസ്റ്റ് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. കോപ്പി എടുത്തേടാ, റൈറ്റ് ക്ലിക്ക് ചെയ്യാ, കോപ്പി എടുക്കാം. ഓക്കെ, താഴെ ഒന്ന് ടൈപ്പ് ചെയ്യടാ. പൈച്ചാമിലാണോ? പൈച്ചാമിൽ വന്നിട്ട് ടൈപ്പ് ചെയ്യാം. യെസ്, സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ്. ഫൈൻഡ് അത് വന്നില്ലോ മാം, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണല്ലോ. പക്ഷെ സജഷൻ വരൂല ചിലപ്പോ. എലമെന്റ് ELEMENT ബ്രാക്കറ്റ്സിൽ കൊടുക്കാം. ബൈ ഡോട്ട് ക്യാപിറ്റൽ ആണോ മാം? ക്യാപിറ്റൽ B and Y. ബൈ ക്യാപിറ്റൽ ബിയും ക്യാപിറ്റൽ വൈയോ? ക്യാപിറ്റൽ B സ്മോൾ y. ബൈ ഡോട്ട് ID ക്യാപ്സ് കൊടുക്കുക കേട്ടോ. ID കൊമ ഡബിൾ കോട്ട്സില് പേസ്റ്റ് ചെയ്തോളൂ. ഫീൽഡിനെ അവിടെ പേസ്റ്റ് ചെയ്യാം. ബൈനെ ഒന്ന് ഇമ്പോർട്ട് ചെയ്തേ. അതാണ് പ്രശ്നം. വന്നില്ലോ. അങ്ങനെയാണ് നമ്മൾ ID യൂസ് ചെയ്തിട്ട് ഒരു എലമെന്റിനെ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതിപ്പം നമ്മള് ബ്രൗസറിനകത്തോട്ട് പോകും, ഈ സെലേനിയം ഇതിനകത്തോട്ട് പോയിട്ട് ഈ എലമെന്റിനെ അത് ലൊക്കേറ്റ് ചെയ്യും. അതായത് നമ്മൾ ആദ്യം കണ്ട ആ മെസ്സേജിന്റെ താഴെയുള്ള ടെക്സ്റ്റ് ബോക്സ് ലൊക്കേറ്റ് ചെയ്യും. ലൊക്കേറ്റ് ചെയ്യും. ഓക്കെ മാം, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ഐഡിയ വെച്ചിട്ടും എന്ത് വെച്ചിട്ടും നമുക്ക് ചെയ്യാലോ, അങ്ങനെയല്ലേ? പറ്റും. അല്ല, ആരുടെ ടൈപ്പാണ് പറഞ്ഞത്? ID ലൊക്കേറ്റ്. അങ്ങനെ നമ്മൾ ഓരോന്ന് പഠിക്കുവാണ്. ഓരോന്നായിട്ട് നമ്മൾ പറയാൻ പോവാണ്. ഓക്കെ. ഇനി അതിൽ തന്നെ നമ്മൾ വേറൊരു ആട്രിബ്യൂട്ട് കണ്ടു, ക്ലാസ് എന്ന്, അല്ലേ? ക്ലാസ് ഫോം കൺട്രോൾ. ഡോമിനിക്ക് പോയിക്കടാ, ഇപ്പൊ കാണും. ക്ലാസ് കണ്ട്. ഇനി ക്ലാസിന്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മളിപ്പോ എടുക്കുന്നതെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്ലാസ് ലൊക്കേറ്റേഴ്സ്. ബട്ട് മാം, ഈ ക്ലാസ് ലൊക്കേറ്ററിന്റെ അതാണ് കൊടുക്കുന്നതെങ്കിൽ സെയിം ടെക്സ്റ്റ് ബോക്സിലല്ലേ അത് വന്ന് നിൽക്കുന്നത്? അതായത് ഒരേ എലമെന്റിനെ തന്നെ നമുക്ക് പല തരത്തിൽ നമ്മൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കാനായിട്ട് പറ്റും. അതായത് ഒരേ എലമെന്റിനെ തന്നെ പലതരത്തിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അതെ, നമ്മൾ പല ടെക്നിക്സ് പഠിക്കും, അതിന്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് 1 of 1 എന്ന് കിട്ടണം. അതായത് ആ എലമെന്റിനെ എനിക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റണം. അതായത് ഞാനിപ്പോ by.id കോമ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡബിൾ കോട്ട്സിൽ സിംഗിൾ ഇൻപുട്ട് ഫീൽഡ് എന്ന് കൊടുത്താൽ എനിക്ക് ആ ടെക്സ്റ്റ് ബോക്സ് ഉണ്ടല്ലോ, ടെക്സ്റ്റ് ബോക്സിന് എനിക്ക് റിട്ടേൺ ചെയ്തും കിട്ടണം. അല്ലാതെ അന്നേരം എന്താ പറയാ, എനിക്ക് ഇതേ ID വാല്യൂ ഉള്ളൊരു 10 എലമെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആവരുത് റിട്ടേൺ ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായില്ല മാം. ഒന്നുകൂടെ പറയാം. ഇവിടെ ID എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് ലൊക്കേറ്റ് എഴുതുന്ന വിചാരിക്കുക. ഫൈൻഡ് എലമെന്റ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ഫൈൻഡ് എലമെന്റ് ഉപയോഗിച്ചിട്ട് എഴുതിയാൽ എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ചാൽ
ഇവിടെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യേണ്ട എലമെന്റ് ഏതാ? മെസ്സേജ്. മെസ്സേജിന്റെ ടെക്സ്റ്റ് ബോക്സ് അല്ലെ? ആ മെസ്സേജിന്റെ ടെക്സ്റ്റ് ബോക്സ് മാത്രമായിട്ട് സെലക്ട് ആവണം. മനസ്സിലായോ? അല്ലാതെ അന്നേരം എന്താ പറയാ, ഓക്കെ ഈ പേജില് വേറൊരു ടെക്സ്റ്റ് ബോക്സും കൂടി ഉണ്ട്, അതിനും ഇതേ ഐഡിയ ആണ് എന്നാവരുത് എന്റെ റിസൾട്ട്. പക്ഷെ അങ്ങനെ ആവൂല്ലോ മാം. ഇതല്ലേ ഹൈലൈറ്റ് ചെയ്തേക്കുന്നുള്ളൂ നമ്മൾ അത് എടുക്കുമ്പോ ലൊക്കേറ്റർ സിനാരിയോയിൽ ഇത് മാത്രമായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതല്ലാതെ സിനാരിയോസും വരാം. അതായത് ID ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വരാം എന്നാണ് മാം പറയുന്നത്. അതായത് ID ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നാൽ ID എന്ന് പറഞ്ഞ കാര്യം കൺസിഡർ ചെയ്യരുത്. IDക്ക് ഡ്യൂപ്ലിക്കേഷൻ വരാൻ ചാൻസ് കുറവാണ്. നമുക്ക് വേണമെങ്കിൽ ക്ലാസ് എല്ലാം എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ വരാം. ഓക്കെ, ക്ലാസ് ഈക്വൽസ് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ഐഡിയുടെ വാല്യൂ എടുക്കുന്നതാണ് നല്ലത്. അതെ, ആദ്യം എടുക്കുന്നത് അതാണ്. ID ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഒരു ടാഗിൽ ID ഉണ്ടെങ്കിൽ ID വെച്ചിട്ടായിരിക്കും നമ്മൾ എഴുതാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്തോടാ. ക്ലാസ് ഈക്വൽസ് ഫോം കൺട്രോൾ എന്നതിൽ ആ ഫോം കൺട്രോളിൽ ഒന്ന് കോപ്പി എടുത്തേ. എല്ലാരും ഒന്ന് കോപ്പി എടുത്തേടാ. ഡയാന, ചിത്ര, റിൻറ്റു എല്ലാരും ആ വാല്യൂ മാത്രം ഒന്ന് കോപ്പി എടുത്തേ. എടുത്തു. താഴെ ടൈപ്പ് ചെയ്തോ. സെയിം സ്റ്റെപ്പ് സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് വരെ ഒരു ഡിഫറൻസും ഇല്ല. ടൈപ്പ് ചെയ്തു. ഡ്രൈവർ അല്ല കേട്ടോ, ബ്രൗസർ ആണ് നിങ്ങളുടെ കേസില്. അല്ല, നമ്മളെല്ലാം ഡ്രൈവർ ആണല്ലോ എഴുതേക്കണേ. അല്ല, മുകളില് ബ്രൗസർ ആണ് കണ്ടോ? അല്ല, നമ്മള് ID കൊടുത്തപ്പോ ഡ്രൈവർ ആണ് മാം എഴുതിയേക്കണേ. അതന്നെ, അവിടെയും ബ്രൗസർ എന്നാണ് വരേണ്ടത്. ബിക്കോസ് നമ്മൾ ബ്രൗസർ വെച്ചിട്ടാണ് എഴുതുന്നത്, ഡ്രൈവർ അല്ല. എനിക്കൊന്ന് ഡ്രൈവർ ഇതാന്ന് തോന്നുന്നല്ലേ, ജാവ അല്ല. ഡ്രൈവർ എന്നല്ല, നമ്മൾ യൂസ് ചെയ്ത ഒബ്ജക്ട് നെയിം ഡ്രൈവർ എന്നല്ല, ബ്രൗസർ എന്നാണ്. പൈത്തണിലല്ലേ? പൈത്തണിൽ നമ്മുടെ കോഡിൽ നമ്മൾ യൂസ് ചെയ്തത് ബ്രൗസർ എന്നാണ്. അപ്പൊ നമ്മൾ സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് എന്നിട്ടാണ് വിളിക്കുക. മാം ഒരു സംശയം ചോദിച്ചോട്ടെ, നമുക്ക് പൈത്തണിനകത്ത് ബ്രൗസറിനും ഡ്രൈവറിനും ഒക്കെ കൊടുക്കാവോ? ഇല്ലല്ലോ. ഇല്ല, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബേസിൽ നമ്മൾ കൊടുക്കുന്നില്ലേ, നമ്മുടെ ബേസിക് സെലീനിയത്തിൽ നമ്മൾ കൊടുക്കുന്നില്ലേ, ബ്രൗസർ സെൽഫ് ഡോട്ട് ബ്രൗസർ ഈക്വൽസ് ഡ്രൈവർ. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ ഡ്രൈവർ എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇവിടെയും ഡ്രൈവർ എന്ന് കൊടുക്കാം. ഓക്കെ, മനസ്സിലായോ? നമ്മള് നമ്മുടെ ബേസ് ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ള നെയിം എന്താണോ സെയിം നെയിം വേണം റിപ്പീറ്റ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ ശിഖ? പക്ഷെ അപ്പൊ ഇവിടെ എന്താ നമ്മളിപ്പം ഡ്രൈവറിന് ഇട്ട് കൊടുത്തപ്പോ എന്തേ എറർ കാണിച്ചില്ല? എറർ കാണിക്കാത്തത് ബിക്കോസ് അതൊരു ബിൽറ്റ് ഇൻ കീവേഡ് ആണ്. ഡ്രൈവർ എന്ന് പറഞ്ഞ ഒരു ബിൽറ്റ് ഇൻ കീവേഡ് പോലെയാ. ശരിക്കും മനസ്സിലായില്ല, പക്ഷെ ഓക്കെ. അതായത് ഡ്രൈവർ എന്ന് വെച്ചാൽ എന്താന്ന് മനസ്സിലായില്ല എന്നാണോടാ? അതായത് കോമൺലി യൂസ് ചെയ്യുന്ന വേർഡ്സ് എറർ കാണിക്കത്തില്ല. ബിൽറ്റ് ഇൻ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന വേരിയബിൾ നെയിംസിന് എറർ കാണിക്കത്തില്ല. നോർമലി നമ്മൾ എന്താ പറയാ, വെബ് ഡ്രൈവറിന് ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് മിക്കവാറും ഡ്രൈവർ എന്ന് പറഞ്ഞാണ് ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മിക്കവാറും നമുക്ക് അതിന് എറർ അടിക്കാറില്ല. മനസ്സിലായടാ? പക്ഷെ നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുമ്പോ നമ്മളെടുത്ത് പറയും ഡ്രൈവറിന്റെ അകത്ത് കണ്ടന്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് എറർ അടിക്കും നമ്മൾക്ക്. കമ്പൈലേഷൻ എറർ കാണിക്കില്ല, നമുക്ക് വാർണിംഗ് പോലെ തരുള്ളൂ. അതെ. ഒരു യെല്ലോ ലൈൻ കണ്ടില്ലേ ഡ്രൈവറിന്റെ താഴെ, അത്രേ കാണിക്കുള്ളൂ. മനസ്സിലായി മാം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇവിടെ ബൈ ഡോട്ട് ക്ലാസ് ആണോ കൊടുക്കണ്ടേ? ബൈ ഡോട്ട് ക്ലാസ്, അതെ. സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ക്ലാസ് അണ്ടർസ്കോർ നെയിം.
സജഷനിൽ വന്ന കണ്ടോടാ ക്ലാസ് അണ്ടർസ്കോർ നെയിം എന്ന് പറഞ്ഞിട്ട് ആ അതെടുത്തോ. ഇതോ ക്ലാസ് നെയിം കൊടുക്കണം അല്ലേ? ഓക്കെ, ക്ലാസ് നെയിം എന്താ മാം ഇത് വരാത്തെ? ഡബിൾ ക്ലിക്ക് ചെയ്തോ. ഓക്കെ, കോമ ഫോം കൺട്രോൾ കോമ ഡബിൾ കോഡ്സില് വാല്യൂ പേസ്റ്റ് ചെയ്തു. ഓക്കെ. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വാല്യൂവിനെ ലൊക്കേറ്ററിനെ ക്ലാസ് ലൊക്കേറ്റർ യൂസ് ചെയ്തും വേണമെങ്കിൽ നമുക്കൊരു വാല്യൂവിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ക്ലിയർ ആണോടാ? പക്ഷെ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്താൽ മതി. മോസ്റ്റ് റെക്കമെൻഡഡ് ആയിട്ടുള്ളത് ഐഡി ആണ്. അതെ, മോസ്റ്റ് റെക്കമെൻഡഡ് ഐഡിയ ആണ്. പിന്നെ ഇത് നമുക്ക് പഠിക്കാനുണ്ട് എക്സ്പാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ്. അതും നമ്മൾ മോസ്റ്റ്ലി റെക്കമെൻഡഡ് ആണെന്ന് പറയാം. ഓക്കെ. ഐഡിയ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കണം അല്ലേ? അതെ, ഐഡിയ ആട്രിബ്യൂട്ട് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടി വരിക നമുക്ക്. ഇതൊക്കെ എപ്പോഴും ഓർമ്മ ഉണ്ടാവുമോ? അത് ചെയ്ത് പ്രാക്ടീസ് കിട്ടും നിങ്ങൾക്ക്. ഇനി നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ഫുൾ പ്രൊജക്ട് ചെയ്യാൻ പോകുന്നതല്ലേ? ആര്? ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രെയിം വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രൊജക്റ്റാ ചെയ്യാൻ പോകുന്നേ. അന്നേരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരൂല മക്കളെ ഇങ്ങനെ ഫൈൻഡ് എലമെന്റ് ചെയ്തു എന്നിട്ട് ഞാൻ പറഞ്ഞു തരൂല. സ്റ്റേറ്റ്മെന്റേ പറയത്തുള്ളൂ. അങ്ങനെ പറയൂ. അത് നിങ്ങളെ കൊണ്ട് ഞാൻ എഴുതിക്കും. അതിലാണ് മാമിന്റെ വിജയം അല്ലേ മാം? യെസ്, അതിന്റെ ഉള്ളിൽ നിങ്ങളെ കൊണ്ട് ഞാൻ എഴുതിച്ചിരിക്കും. ഓക്കെ. ഇപ്പൊ എഴുതുമ്പോ നിങ്ങൾ എന്നോട് ചോദിക്കുന്നില്ല ബയോഡോട്ട് ക്ലാസ് നെയിം ആണോ എഴുതേണ്ടത്? നിങ്ങൾ എന്നെ ചോദിക്കുന്നില്ലേ? ഇത് 2-3 നമ്മൾ ഈ ബേസിക്സ് പഠിക്കുന്ന എല്ലാറ്റിലും നമ്മൾ ഈ ലൊക്കേറ്റേഴ്സ് എഴുതി നിങ്ങൾക്ക് അതിന് തഴക്കം വരും. മനസ്സിലായോ? ഓക്കെ, ഞാൻ ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ. ഇന്ന് എടുത്ത ഇത്രയും പോർഷൻസ്, അതായത് ഞാൻ നിങ്ങൾക്ക് എടുത്തത് ഡോം എന്താണെന്ന് പറഞ്ഞു, ടാഗ് നെയിം എന്താണെന്ന് പറഞ്ഞു, ടാഗ് എന്താണെന്ന് പറഞ്ഞു, ആട്രിബ്യൂട്ട് എന്താണെന്ന് പറഞ്ഞു, ആട്രിബ്യൂട്ട് വാല്യൂ എന്താണെന്ന് പറഞ്ഞു. അല്ലേ? ഈ 5 കാര്യങ്ങൾ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ് അല്ലേ? ഇനി നമുക്ക് നാളെ പിന്നെ ലൊക്കേറ്റേഴ്സ് 2 ടൈപ്സ് ഓഫ് ലൊക്കേറ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഒരുപാട് ബേർഡൻ ആക്കി തന്നാൽ നിങ്ങൾക്ക് കിട്ടൂല. അതിനോണ്ടാണ് ഞാൻ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ ഒരു പേജിൽ പോയാലും നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ. കാരണം ഞാൻ പോർഷൻസ് ഇരോണ്ട് വേഗം ഓടിച്ചെടുത്താൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾക്കിത് ഫർദർ യൂസ് ചെയ്യാനുള്ളതാണ്. അതിനോണ്ടാണ് ഇത്ര എടുത്ത് തീർക്കുന്നത് കേട്ടോ. അപ്പൊ നാളെ മാം പറഞ്ഞ പോലെ എക്സ്കോഡോ എക്സ്പാത്തോ ഒക്കെ എടുക്കാം നാളെ. അതൊക്കെ നാളെ. അത് നാളെ. ഓക്കെ, ഒക്കെ നാളേക്കാണ്. ഓക്കേടാ. ശിഖ ഒന്ന് വാട്സാപ്പിൽ വരുമോ ശിഖ? വരടാ. ഓക്കെ ശരി. ഞാൻ 4 സെഷൻ എൻഡ് ചെയ്യട്ടെടാ. ഓക്കെ. ഓക്കെ ബൈ. ഓക്കെ.